എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിവ്യ. ഇന്നിപ്പോൾ കുറച്ച് ഇലകളൊക്കെ ഞാൻ തോരന് വേണ്ടി എടുത്തപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് ഓർത്തു കേട്ടോ. കുറച്ച് ദിവസമായും തോന്നുന്നു നമ്മൾ കൃഷിയുടെ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് എന്താണേലും വൃശ്ചികം 1 നല്ലൊരു ദിവസമായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ശീതകാല വിളകളായ ചൈനീസ് ക്യാബേജ്, ബ്രൊക്കോളി, കെയില്, ബീട്രൂട്ട്, അതുപോലെ ക്യാബേജ്, കോളിഫ്ലവർ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലീഫ് ഞാൻ തോരൻ വയ്ക്കാനും പരിപ്പിട്ട് കറി വയ്ക്കാനും അതുപോലെ തന്നെ സാലഡിൽ ഉപയോഗിക്കാനും ഒക്കെ എടുക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് ക്യാബേജും കോളിഫ്ലവറും ഞാൻ എടുക്കാറില്ല. ബാക്കി എല്ലാ ലീഫുകളും ഞാൻ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇലക്കറി എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് മിനറൽസ്, കാൽസ്യം, അതുപോലെ വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒന്നാണ് ഈ ശീതകാല പച്ചക്കറികൾ. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു 10 ഗ്രോ ബാഗിൽ നമ്മൾ 2 തൈ വീതം വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒരു വർഷം മൊത്തം കുശാലായിട്ട് ഇതിൻ്റെ ഇലകൾ ഭക്ഷണക്രമത്തിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 2 തൈ വെച്ചൊരു ഗ്രോ ബാഗിൽ നടുവാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും മുതിർന്നവർക്കും ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒന്നാണ് കേട്ടോ ഈ ശീതകാല വിളകൾ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നട്ട് വളർത്തുക. അപ്പോൾ നല്ലൊരു ഭക്ഷണ രീതി നമുക്ക് തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.